നമസ്കാരം. ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കുമെന്ന പ്രഖ്യാപനത്തിൽ നടന്ന ഭീമമായ സാമ്പത്തിക തിരിമറികളിലും വിദേശ പണമിടപാടുകളിലും ഒടുവിൽ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതായത് ഇഡി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വിദേശ നാണയ വിനിമയ ചട്ടലംഘനം അഥവാ ഫെമ നിയമത്തിന്റെ ലംഘനം നടന്നിട്ടുണ്ടോ എന്നാണ് ഇഡി പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. സ്പോൺസറായ സ്വകാര്യ കമ്പനി വിദേശത്തേക്ക് കോടിക്കണക്കിന് രൂപ അയച്ചതിന്റെയും അതിലെ സാമ്പത്തിക ഉറവിടങ്ങളുടെയും വിവരങ്ങൾ ഇഡി ശേഖരിക്കാൻ തുടങ്ങിയതോടെ മുൻ പിണറായി സർക്കാരും കായിക വകുപ്പും ചേർന്ന് നടത്തിയ വൻ അഴിമതിയുടെ കൂടുതൽ നിർണായക വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് വ്യക്തമാകുന്നത്. ഇതിൽ ഏറ്റവും അമ്പരപ്പിക്കുന്ന വസ്തുത എന്തെന്നാൽ ഈ സ്പോൺസർ കമ്പനിയുമായി മുന്നോട്ട് പോകരുതെന്നും തട്ടിപ്പ് കേസുകളിൽ പ്രതികളായ ഇരുവരുമായി കൈകോർത്താൽ അത് സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നും സംസ്ഥാന പോലീസ് വിശദമായ റിപ്പോർട്ട് നൽകിയിരുന്നു. അന്നത്തെ ആഭ്യന്തര സെക്രട്ടറിയും ഈ ഡീലിനെ ശക്തമായി എതിർത്തിരുന്നു. എന്നാൽ ഈ സുരക്ഷാ മുന്നറിയിപ്പുകളും ഉദ്യോഗസ്ഥരുടെ താക്കീതുകളും തൃണവൽക്കരിച്ചാണ് മുൻ സർക്കാരും കായിക മന്ത്രിയും ഈ സ്വകാര്യ കമ്പനിക്ക് ചുവപ്പ് പരവതാനി വിരിച്ചത്. ഫിഫയുടെയോ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെയോ അനുമതി ലഭിക്കുന്നതിന് മുൻപ് മെസ്സി വരുമെന്ന് നാടുനീളെ തള്ളിമറിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ പോലും കേരളത്തിന് വലിയ നാണക്കേടുണ്ടാക്കി. ടീം വരാൻ യാതൊരുവിധ സാധ്യതയുമില്ലെന്നും ഇത് മലബാർ മേഖലയിൽ തെരഞ്ഞെടുപ്പ് തിരിച്ചടി ഉണ്ടാക്കുമെന്നും വൻ തുകയുടെ വിദേശ ഇടപാടായതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾ വന്ന് പൂട്ടിടുമെന്നും രഹസ്യാന്വേഷണ വിഭാഗം കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. എന്നിട്ടും ഇതൊന്നും പരിഗണിക്കാതെ രാഷ്ട്രീയ നേട്ടത്തിനും വോട്ടിനും സാമ്പത്തിക തിരിമറികൾക്കും വേണ്ടി മാത്രമാണ് മുൻ സർക്കാർ ഈ ഒരു നാടകം തുടർന്നത്. അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിലെ സാധാരണ പ്രോട്ടോകോളുകൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ടു പോയിരുന്നത്. സ്പോൺസർമാർ വിദേശത്തേക്ക് പണം അയച്ചു എന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അത് കൈപ്പറ്റിയെന്നും അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിനുള്ള യാതൊരുവിധ ഔദ്യോഗിക രേഖകളും കായിക വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചും വിദേശത്തേക്ക് പണം കടത്തിയതിനെക്കുറിച്ചും സർക്കാരിന്റെ കായിക വകുപ്പ് സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ ഇഡി പൂർണ്ണമായും ഇനി ശേഖരിക്കും. മറ്റ് അന്വേഷണ ഏജൻസികൾ മുൻപ് കേസെടുക്കാതിരുന്നതുകൊണ്ട് തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള അന്വേഷണത്തിന് തടസ്സമുണ്ടായിരുന്നെങ്കിൽ ഫെമ നിയമലംഘനങ്ങളിൽ ഇഡിക്ക് നേരിട്ട് തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസ് ഏറ്റെടുക്കാനാവും. വിദേശത്തേക്ക് അയച്ച പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാൻ കഴിയാതെ വന്നാൽ സ്പോൺസർ കമ്പനി ഭാരവാഹികളും അതിന് ഒത്താശ ചെയ്ത മുൻ ഭരണാധികാരികളും ഒരുപോലെ കുടുങ്ങും. ഇഡി അന്വേഷണം കൂടുതൽ ആഴത്തിലേക്ക് കടക്കുന്നതോടെ ആരൊക്കെയാണ് ഈ വിദേശ പണമിടപാടുകളിൽ ലാഭം കൊയ്തതെന്നും ഏതൊക്കെ ഉന്നതരുടെ അക്കൗണ്ടുകളിലേക്കാണ് ആനുകൂല്യങ്ങൾ ഒഴുകിയതെന്നും ഒക്കെയുള്ള നിർണായക സത്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു.